നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു? ഇന്നിവിടെ നല്ല ഉഗ്ര മഴ രാവിലെ മുതൽ. നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടോ? അതുകൊണ്ട് വെളിച്ചം ഇത്തിരി കുറവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ലൈറ്റും വന്നും പോയി ഇരിക്കുക. അതുകൊണ്ട് ലൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി കേട്ടോ. ഇന്നലെ ഇത്തിരി ഞാൻ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ കമൻസും സപ്പോർട്ടും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെ നോക്കാം. കുറേ നാളായി 2 പൈലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്തോളൂ. ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാം നമുക്ക്. ഇതാദ്യത്തെ പൈല്, ഇത് രണ്ടാമത്തത്. ഇതിലേതാ നിങ്ങൾക്ക് ആകർഷണമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക കേട്ടോ. ആ പൈലിലുള്ള കാർഡ്സ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് റിഫ്ലക്റ്റ് ആവുക. ഓക്കെ, നോക്കാം അദ്ദേഹം എന്താണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റി എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ. തോട്ട്സൊക്കെ അതിഗംഭീര തോട്ട്സൊക്കെ ആയിരുന്നു ഇന്നലെ. ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്നല്ല നോക്കിയതിൽ. അതെപ്പോഴും അങ്ങനെയാണ്, ഫീലിങ്സും എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ തുടങ്ങാൻ നമുക്ക്. ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ കാർഡ്സ് എടുക്കുമ്പോൾ ചിലത് നിങ്ങൾക്ക് റെസനേറ്റ് ആവും, ചിലത് റെസനേറ്റ് ആവാതിരിക്കും. ആ റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. റെസനേറ്റ് ആവാത്ത കാര്യം അത് നിങ്ങൾക്കുള്ളതല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, കാരണം ഒരുപാട് പേരുടെ എനർജി നമുക്ക് കണക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്കുള്ളതായിരിക്കില്ല. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ. തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഫയൽ 1 ചൂസ് ചെയ്തവർക്കായിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് കാണിച്ചു തരൂ. ഫയൽ 1 ചൂസ് ചെയ്തവർക്കായിട്ട് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ്, ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എന്ന് കാണിച്ചു തരൂ. ആദ്യം വീണ കാർഡ് എന്താ അറിയോ? 4 of Wands, വിഷ് ഫുൾഫിൽമെൻറ്റ്. തനിയെ വീണതാണ്, നിങ്ങൾ തന്നെ കണ്ടല്ലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ. ഒരുപാട് കാർഡ്സ് വീഴുന്ന ഞാൻ എടുക്കില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കാണിച്ചു. പോസിറ്റീവ് കാർഡ്സ് തരൂ. ഓം നമ ശിവായ. എടുക്കുവാണേ. Ace of Swords, good. 8 of Pentacles, Knight of Swords, Justice. ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. High Priestess, Star, Queen of Wands, Sun. അതൊക്കെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക നമുക്ക്. The World, okay. Page of Cups, 6 of Cups, Knight of Wands. നമ്മുടെ കാർഡ് വന്നില്ലല്ലോ. Clarify. 8 of Pentacles, clarify. 8 of Pentacles, clarify. 8 of Pentacles, 4 of Pentacles, clarify justice, clarify justice, clarify justice. Page of Pentacles, okay. Clarify Knight of Swords, clarify Knight of Swords, clarify Knight of Swords. 2 കാർഡ് സ്പീഡി ആക്ഷൻ്റെ തന്നെയാണ് കാണുന്നത് കേട്ടോ. Seven of Pentacles. ഓക്കെ, നമ്മുടെ ലവേഴ്സ് ഇതുവരെയും വന്നില്ല ഇതിൽ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ 4 of Wands. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങളവരുടെ ലൈഫിൽ എന്നും വേണം. നിങ്ങളുടെ സ്നേഹം അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയമാണ് അവർക്ക് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ, നിങ്ങളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലാണ്, അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ
നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ, ഒരു കല്യാണമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവരാണ് എനിക്കുള്ള പ്രോപ്പറായിട്ടുള്ള പേഴ്സൺ, വേറെ ആരും വേണ്ട, ഇത് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് റിയലൈസേഷൻ കിട്ടി, നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ സ്നേഹത്തിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി അവർക്ക് മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഏസ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹം അവർക്ക് വളരെ പ്രധാനമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് തന്നെയാണ് 4 of Wands അല്ലേ. അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ 11 കാർഡാണത്. ന്യൂ ബിഗിനിങ്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ഒരു കുടുംബം, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. 8 of Pentacles വെച്ച് അവർ ജോലിയുടെ ഇടയിലാണ്, ജോലിയിൽ ബിസിയാണ്. ബിസി ആയിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് കാണുന്നു. ഓക്കെ, കറണ്ട് ഫീലിങ്സ് പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണണം, ചേർത്ത് പിടിക്കണം എന്നൊക്കെയുള്ളൊരാഗ്രഹം അവർക്ക് ആ സമയം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പിക്ചറോ നിങ്ങളുടെ മെസ്സേജോ എന്തെങ്കിലും ഇവർ കണ്ടു കാണണം. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ മൊബൈൽ എടുത്ത് നോക്കില്ലേ, അങ്ങനെ കണ്ട സമയത്ത് നിങ്ങളുടെ പിക്ചറോ എന്തോ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ നിങ്ങളെ ചേർത്ത് ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ പടമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, അവരൊന്ന് ഹഗ് ചെയ്യണം എന്നൊക്കെ തോന്നും അല്ലേ. അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അത് ചേർത്ത് പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആൻഡ് 7 of Pentacles. അവിടെ വീണ്ടും അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ഫോക്കസ് ചെയ്തേ പറ്റൂ കേട്ടോ. ജോലിയിലാണ്, ജോലിയുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര മിസ്സിങ് എനർജി അവർക്ക് വന്ന് അവിടെ ഇവർ ആലോചിക്കുന്നത് ദൂരെ ആണ്. ഓബിയസ്ലി ഇരിക്കുകയല്ലേ, ഓബിയസ്ലി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങളെ കാണണം, നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യണം എന്നൊരു ഫീലിംഗ് വരില്ലേ, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം. പക്ഷെ ജോലിയിൽ സ്റ്റക്കാണ്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് എണീറ്റൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്നൊന്ന് എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർക്ക് വളരെ തീവ്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് അല്ലേ. ജോലി ചെയ്യുന്നതിൻ്റെ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റിയുടെ ഇടയിൽ നിങ്ങളെ ഒന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സ് ഇത്രയും എന്താ പറയുക ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ തീവ്രമായിട്ടൊരു റിലേഷൻ തന്നെ ആയിരിക്കണം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പിക്ചറോ മെസ്സേജോ എന്തോ അവർ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവർ ജോലിയുടെ ഇടയിലാണ് ഇപ്പോൾ കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പൂർണ്ണമായും ഒരു ജസ്റ്റിസ് തരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സിറ്റുവേഷൻ എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ, തടസ്സങ്ങൾ എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെ കാണുന്തോറും അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പൂർണ്ണമായും ജസ്റ്റിസ് തരണം, ന്യായപ്രകാരം പ്രവർത്തിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് തന്നെ അവർ വീണ്ടും വീണ്ടും മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നേ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു മെസ്സേജ് കോള് ഒക്കെ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ പിക്ചറോ മെസ്സേജോ എന്തോ അവരെടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വെച്ച് അവർ കുറച്ച് എന്താ പറയുക സ്പിരിച്വലായിട്ട് ഒരു ലൈൻ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഒരു പക്ഷേ ഒരു ഹീലിങ്ങിൽ കൂടി പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടിയൊക്കെ ഇവർ പോകുന്നുണ്ടായിരിക്കും. മെഡിറ്റേഷനോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹീലിങ്ങോ ഒക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, ഒരു ടാരോ റീഡർ ആയിരിക്കാം, ജ്യോത്സ്യം റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള, കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനെ ഒരാൾ, ഒക്കൾട്ട് ആയിട്ട് മെയിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാരോ റീഡർ എന്ന് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ അല്ലെങ്കിൽ നിങ്ങളിൽ 2 പേരിൽ ഒരാൾ ഒരു ടാരോ റീഡറെ സമീപിച്ചിട്ടുണ്ട് ഒരു റീഡിങ് എടുക്കാൻ ഒക്കെ വേണ്ടിയിട്ട്. ആ റീഡിങ് ഒരു പക്ഷേ നിങ്ങളാണത് എടുത്തതെങ്കിൽ നിങ്ങൾ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവർ ആ മെസ്സേജ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം, അങ്ങനെയും ആയിരിക്കാം. അപ്പോൾ പോസിറ്റീവ് റീഡിങ് കിട്ടിയിട്ടുണ്ടാവും. കാരണം തൊട്ടപ്പുറം സ്റ്റാറാണ്, വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ വരുന്നത്.
അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് അങ്ങനെ കാണുന്നു. അല്ലെങ്കിൽ ഇവർ തന്നെ ഒരു റീഡിങ് ആരുടെ അടുത്തുനിന്നോ എടുത്തിട്ടുണ്ട്, പോസിറ്റീവ് റീഡിങ് വന്നവിടെ ഇവർ ഹാപ്പിയാണ്. അതിനെക്കുറിച്ച് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ താരമാണ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് 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 നല്ല കാര്യങ്ങൾ അവർക്ക് ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നോ അവരുടെ കൂടെ വേണമെന്ന് തന്നെ അവർ വളരെ തീവ്രമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് വോൺസ് വെച്ച് സ്നേഹം കലർന്ന ബഹുമാനവും അവർക്ക് നിങ്ങളോട് തോന്നാറുണ്ട്. നിങ്ങൾ വളരെ നന്നായി സംസാരിക്കുന്ന, കാണാൻ വളരെ ഭംഗിയുള്ള, അതേപോലെ സ്വീറ്റായിട്ട് എല്ലാവരോടും പെരുമാറുന്ന, പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടം തോന്നും നിങ്ങളുടെ പെരുമാറ്റം. ഇവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഭയങ്കര ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന, എല്ലാവരെയും ഒരുപാട് കെയർ ചെയ്യുന്ന, അതേസമയം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, അതായത് നിങ്ങൾക്ക് ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചെയ്തു തരും. അതുപോലെ സംസാരിക്കാൻ നിങ്ങൾക്കറിയാം. ആൾക്കാരെ പ്രോപ്പർ വഴിക്ക് നയിക്കാൻ നിങ്ങൾക്ക് കമാൻഡ് ചെയ്യേണ്ട, അതായത് ആജ്ഞാപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണമായിട്ട് സംസാരിച്ചാൽ തന്നെ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഇവർക്ക് ഭയങ്കര ബഹുമാനവും അവർക്കതിൽ റെസ്പെക്റ്റുമാണ്, നിങ്ങളുടെ അടുത്ത് സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സൺ ആണല്ലോ, ആ പേഴ്സൺ ഞാനുമായിട്ട് റിലേറ്റഡ് ആണല്ലോ എന്ന് അവർ സന്തോഷിക്കാറുണ്ട് കേട്ടോ. നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അട്രാക്റ്റഡുമാണ്. സ്നേഹം മാത്രമല്ല, അട്രാക്ഷനും, രണ്ടിൻ്റെ വ്യത്യാസം അറിയാമല്ലോ. സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. അട്രാക്ഷനും കൂടി വേണം ഒരു ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് നമുക്ക്, അല്ലേ? സ്നേഹം മാത്രം ഉണ്ടായിരുന്നാൽ പോരല്ലോ. അതുപോലെ അതായത് ഒരു ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ട ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. സൺ വെച്ചിട്ട് അറിയാമല്ലോ, നിങ്ങൾ അവരുടെ ലൈഫിൽ സൂര്യനാണ്. ഏറ്റവും നമുക്ക് ഊർജം തരുന്ന വസ്തു എന്താ? സൂര്യനാണ്, അല്ലേ? ആ സൂര്യന് തുല്യമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ. നിങ്ങളാണ് അവരുടെ എനർജി എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അവർ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ വിഷമതകളിൽ, സങ്കടങ്ങളിലെല്ലാം നിങ്ങളാണ് അവരെ താങ്ങി നിർത്തുന്നതും അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊടുക്കുന്നതും. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ചുറ്റും എല്ലാം പ്രകാശമാണ്, സുന്ദരമാണ്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. ലോങ് ഡിസ്റ്റൻസിലാണ് പലരും എന്ന് കാണുന്നു. ലോങ് ഡിസ്റ്റൻസിലുള്ളവർ മാത്രം അത് എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക കേട്ടോ. പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ വളരെ തീവ്രമായിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് കപ്സ്, അവിടെ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഇവർ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫോട്ടോസ്, നേരത്തെയുള്ള മെസ്സേജസ്, അതൊക്കെ നോക്കുന്നത്. അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അവിടെ എടുത്ത് നോക്കുന്നത്. നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു വ്യഗ്രത അവർക്ക് ഉണ്ടായിരുന്നു. അത് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നൊസ്റ്റാൾജിക് ആയിട്ട്, നൊസ്റ്റാൾജിയ പറഞ്ഞാൽ അറിയാമല്ലോ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. അത് വീണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്, നമുക്ക് ആ മൂമെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ? ആ ഒരു ഫീലിംഗ് ആണ് നൊസ്റ്റാൾജിയ കേട്ടോ. അങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. വീണ്ടും നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ്, അതൊക്കെ വീണ്ടും വീണ്ടും ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള ബന്ധമായിരിക്കും. വളരെ കുറഞ്ഞ സമയമൊന്നുമല്ല, കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാമെന്ന് കാണുന്നു. നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് വീണ്ടും നേരത്തെ ആ മിസ്സിങ് ഫീലിംഗ് ഞാൻ പറഞ്ഞിരുന്നു. ലോങ് ഡിസ്റ്റൻസിലായാലും അവിടെ ജോലിയിലായാലും എവിടെ ആയാലും നിങ്ങളുടെ അടുത്തേക്ക് അവർ വളരെ പാഷനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നിങ്ങളെ വന്നൊന്ന് ഹഗ് ചെയ്യണം എന്ന് തോന്നുന്ന രീതിയിലുള്ള, നമുക്ക് ഇമോഷൻസ് ഹൈ ആയിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ നിങ്ങളെ വന്നൊന്ന് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ. ആ ഒരു ഫീലിങ്ങിലായിരുന്നു. എത്രയും വേഗം വരണം നിങ്ങളുടെ അടുത്തേക്ക് എന്നൊരു ഫീലിംഗ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ടായിരുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടുതലുള്ള സ്ഥലത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നുണ്ടാവുക. ആ വാട്ടർ ബോഡിയും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മഴയുണ്ടായിരിക്കാം, ഈ പറഞ്ഞ പോലെ ഇവിടെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് കണക്റ്റായി. മഴ പെയ്യുന്നുണ്ടായിരിക്കും. മഴയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മഴ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മ വരുന്ന എന്തെങ്കിലും കാര്യം അവർക്ക് കാണും. മഴയത്ത് നിങ്ങളെ ഓർക്കുന്ന പോലെ
കേട്ടോ. മഴ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ മഴ പെയ്തിരിക്കാം, അങ്ങനെ എന്തോ അവർക്കൊരു ഓർമ്മയുണ്ട്, ഒരു നൊസ്റ്റാൾജിയ ഉണ്ട് ഈ മഴയുമായിട്ട്, വെള്ളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. കടൽ തീരത്ത് വെച്ച് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിരിക്കാം, അല്ലെങ്കിൽ കായൽ തീരത്ത് കണ്ടുമുട്ടിയിരിക്കാം. അങ്ങനെ അങ്ങനെ എന്തോ ഒരു വാട്ടർ റിലേറ്റഡ് കണക്ഷൻ നിങ്ങളുടെ ഇടയിലുണ്ട്, അത് അവർ ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഫ്യൂ മോർ കാർഡ്സ് clarifying. Please give me some more cards. Don't clarify, please. Give me some more cards for my viewers' feelings. Some more cards for my viewers' feelings. Queen of Cups. Good. King of Pentacles. Ten of Pentacles. Okay. Lovers. Queen of Pentacles. King of Pentacles and Queen of Pentacles. Good. Nine of Pentacles. മതി അല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക് ഇത്രയും മതി. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആയിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഹൈറ്റൻഡ് ഇമോഷൻസ് ആണ്. അതിതീവ്രമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് അത്രയ്ക്ക് തീവ്രമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എസ്പെഷ്യലി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള ഫീലിംഗ് തന്നെയാണ് മെയിനായിട്ട് കാണുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾസും ക്വീൻ ഓഫ് പെൻഡക്കിൾസും ഒരേ റീഡിങ്ങിൽ, അതും മേലെ താഴെയായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ട്ണർ എന്ന് അവർ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെപ്പോലൊരു ലൈഫ് പാർട്ട്ണർ അവർക്ക് വേണം, അത് നിങ്ങൾ തന്നെ ആവണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പരസ്പരം റെസ്പോൺസിബിലിറ്റീസ് പങ്കുവെച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നു കേട്ടോ. അവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതേപോലെ നിങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റി പങ്കുവെച്ച് ഒരുമിച്ച് അവരുടെ ജീവിത പങ്കാളിയെ കൂടെ വേണമെന്നവർ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മൊത്തം ഒരു സ്റ്റേബിൾ ഫാമിലി അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് 10 ഓഫ് പെൻഡക്കിൾസ് അവിടെ വന്നത്. ഓക്കെ, അവരുടെ ഫാമിലിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫാമിലി, ഒരു ഉറച്ച കൂട്ടായ്മ, ഒരു കുടുംബം നിങ്ങളുമായിട്ട് ഉണ്ടാക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. യാതൊരു കാരണവുമില്ലാതെ ഒരാളുടെ അടുത്ത് ഇത്ര ഒരു ആത്മബന്ധം പെട്ടെന്ന് തോന്നുമോ എന്നൊക്കെ ആ ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. 9 ഓഫ് പെൻഡക്കിൾസ് വെച്ച് ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ജോലി ഞാൻ പറഞ്ഞില്ലേ, ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് വേണ്ടിയും കൂടി സേവ് ചെയ്യണം, കാരണം സേവിങ്സിൽ ഫോക്കസ് ചെയ്യണം. കാരണം നിങ്ങളുമായിട്ടൊരു കുടുംബം വേണം അല്ലേ. കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. സേവിങ്സിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇവരെ കാണാൻ നല്ലതായിരിക്കണമല്ലോ. അതുകൊണ്ട് സ്വന്തം കാര്യവും അവർ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഒരുങ്ങണം, സ്വന്തം കാര്യം ശ്രദ്ധിക്കണം, സ്വയം ടേക്ക് കെയർ ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പ്രസൻറ്റബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നണം അവരെ കാണുമ്പോൾ. നിങ്ങൾക്ക് എന്താ പറയുക, സ്നേഹം തോന്നണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പൈൽ 1കാരുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അവർക്കായിട്ട്. ഇനി പൈൽ 2കാർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ. നമ്മുടെ പൈൽ നമ്പർ 2കാർക്ക്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഈ സമയത്തുള്ള കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. കറണ്ട് ഫീലിങ്സ്, ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ഫീലിങ്സ് for my view of my viewers person, for my viewers. Current feelings of my viewers person, for my viewers. Please guide, please guide, please guide. എടുക്കാനേ നമസ്കാരം. The Hermit. Okay, 5 of Wands, 5 of Pentacles, Queen of Pentacles ഒരു കാർഡ് എൻ്റെ കൂടെ വീണേ. Justice, King of Cups, 10 of Cups,
ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ചാരിയറ്റ്, 4 ഓഫ് കപ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്. എല്ലാവരും തന്നെ ജോലിയിൽ ബിസി ആയിട്ട് കാണുന്നുണ്ടല്ലോ. 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് വോൺസ്. എൻ്റെ തൊട്ട് താഴെ ഏസ് ഓഫ് കപ്സ് ആയിരുന്നു കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ തൊട്ട് താഴെയുള്ള കാർഡ് ഏസ് ഓഫ് കപ്സ് ആയിരുന്നു. ഹെർമിറ്റ് വെച്ചിട്ട് ഭയങ്കര മിസ്സിങ് എനർജി. ഈ ഗ്രൂപ്പുകാരുടെ പേഴ്സൺ മിസ്സിങ് ആണ് കാണുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഫസ്റ്റ് റോ വെച്ചിട്ട് ഇവരും ജോലിയിൽ തിരക്കാണ് എന്ന് കാണുന്നു. കാരണം കരിയർ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇവർ. ജോലി, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ടോ ഇല്ലയോ, ജോലി വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എല്ലാവർക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ജോലിയിൽ കുറച്ച് ശ്രദ്ധിച്ച് മതിയാകൂ. ഇവർക്ക് എസ്പെഷ്യലി കുറച്ച് ലോണോ കാര്യങ്ങളൊന്നും എന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഹാർഡ് വർക്കിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവർ ഭയങ്കര കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ജോലിയിൽ ഭയങ്കര പേരെടുക്കണം അങ്ങനെയൊക്കെ ഉള്ളവരുമായിരിക്കാം കേട്ടോ. പക്ഷേ ആ ഒരു എന്താ പറയുക, ആ കരിയർ അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഒറ്റപ്പെട്ട ഫീലിംഗ് കേട്ടോ. ജോലിയിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു. കൂടുതൽ സമയം ജോലിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് നിങ്ങളെ മിസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. നിങ്ങളെ വേണ്ട പോലെ വന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല എന്നൊരു കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് ജോലിയിൽ ശ്രദ്ധിച്ചേ മതിയാകൂ. കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ് എന്നും അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പൂർണ്ണമായും ജസ്റ്റിസ് തരണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ കാർഡൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. എംപ്രസ്, കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. എനർജി മാത്രം എടുക്കുക, സ്ത്രീ പുരുഷ വ്യത്യാസം അവിടെ നോക്കേണ്ട കാര്യമില്ല. എംപ്രസ് വെച്ചിട്ട് അവർ ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ യാതൊന്നുമില്ല, ആരുമില്ല, ഒന്നുമില്ല. നിങ്ങൾ കൊടുക്കുന്ന കെയർ അതെല്ലാം അവർ വല്ലാതെ അവർക്ക് വേണം അവരുടെ ലൈഫിലെന്നും. അവരുടെ കുട്ടികളുടെ പാരൻ്റായിട്ട്, അതായത് അച്ഛനമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത് കേട്ടോ. വളരെ ഉയർന്ന ലെവലിലാണ് ഇവർ നിങ്ങളെ പറ്റി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ന്യായമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് ചെയ്യണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത്. കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും ഒറ്റ റീഡിങ്ങിൽ ഒന്നിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറാണ്. ഇപ്പുറത്തെ എംപ്രസും വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ മതി. നിങ്ങൾ മൊത്തം സ്റ്റേബിൾ ഫാമിലി അവർക്ക് ഉണ്ടാക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫാമിലി തരണം, നിങ്ങളെ അവരുടെ സ്പൗസായിട്ട് കൂടെ കൂട്ടണം എന്ന് തന്നെ അവർ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ ഓൾറെഡി അവരുടെ ഫാമിലി ആയിട്ടാണ്, നിങ്ങളുടെ സ്പൗസായിട്ട് തന്നെയാണ് അവർ മനസ്സിൽ കാണുന്നത് കേട്ടോ. നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചാരിയറ്റ് വെച്ചിട്ട് ദൂരെ സ്ഥലത്താണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് അവർ വരണം, കാണണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. 4 ഓഫ് കപ്സ് വെച്ച് ഭയങ്കര മിസ്സിങ് എനർജി ആയിരുന്നു. അതുകൊണ്ടാണ് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന്, ആ ദൂരം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി യൂണിഫോം ധരിക്കേണ്ട ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം. അങ്ങനെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അതുപോലെ 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഞാൻ നേരത്തെ ലാസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ജോലിയിലും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു സ്റ്റേബിലിറ്റി തരണം, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഫാമിലി തരണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നൊക്കെ അവർ വിചാരിക്കുന്നവിടെ അവർക്ക് ജോലി ശ്രദ്ധിച്ചേ പറ്റൂ, സേവിങ്സിൽ ശ്രദ്ധിച്ചേ പറ്റൂ. അതുപോലെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കാണാൻ വരുമ്പോൾ വളരെ പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയവും കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരുങ്ങുക,
അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ ഒരു സ്വന്തം കാര്യത്തിലും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ അയ്യേന്ന് പറയരുത് അല്ലേ? നിങ്ങൾ അവരുമായിട്ട് അവർ ഞാൻ ലക്കിയാണ് ഇവരെ കിട്ടാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ തന്നെ നന്നായി കെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവർക്കൊരു അച്ചീവ്മെൻറ്റ് അവരുടെ ജോബിലോ എന്തോ കിട്ടിയിട്ടുണ്ട്, ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു അച്ചീവ്മെൻറ്റ് ജോബിൽ അല്ലെങ്കിൽ എന്തോ ഒരു പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങളതിൽ സന്തോഷിക്കണം എന്നൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് ഏറ്റവും അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് കേട്ടോ. ഏസ് ഓഫ് വോൺസ് വെച്ച് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് ആണ് കേട്ടോ. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് എവിടെയാണ് വരിക? ഒരു വിവാഹം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നവിടെയാണ് വരിക അല്ലേ? അപ്പോൾ നിങ്ങളെന്നും അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കൂടെ വേണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി സമോ കാർഡ്സ് ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിനെ കുറിച്ച് കുറച്ച് കാർഡ്സ് കൂടി തരും. ഏസ് ഓഫ് കപ്സ്, ഇത് നേരത്തെ ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ താഴെ വന്നതാണ് അല്ലേ? ഞാനിപ്പോൾ ഷഫിൾ ചെയ്തപ്പോഴത്തേക്ക് അത് വീണ്ടും വന്നു. ദ സൺ, 7 ഓഫ് വാൻഡ്സ്, അത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഹെയറോഫന്റ്, അതും ക്ലാരിഫൈ ചെയ്യാം. ഡെവിൾ, ദ ഫൂൾ, മതി. നമ്മൾ ഇത്രയും കാർഡ്സേ അപ്പുറത്ത് എടുത്തിരുന്നുള്ളൂ, അത്രയും മതി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് 7 ഓഫ് വാൻഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരൂ ഡിവൈൻ. 7 ഓഫ് വാൻഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരൂ. വൈ 7 ഓഫ് വാൻഡ്സ് ദ സ്റ്റാർ, അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ, ദൂരെ പോകുന്നതല്ല, അടുത്തേക്ക് വരുന്നതാണ്. ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്, ഹെയറോഫന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരൂ ഡിവൈൻ. ഓ 4 ഓഫ് വാൻഡ്സ്, ഗുഡ് ഗുഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന്. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ കുറിച്ച് വളരെയധികം സ്നേഹം അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഓവർഫ്ലോയിങ് ആയിട്ട്, സ്നേഹം ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ സൂര്യനാണ്, പ്രകാശമാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ തടസ്സങ്ങളും മാറി ഒരു പോസിറ്റിവിറ്റി വരും പോലെയൊക്കെ അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അതൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ വന്നതിന് ശേഷമാണല്ലോ എനിക്ക് ഇത്രയും ഭാഗ്യങ്ങൾ വന്നത് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 7 ഓഫ് വാൻഡ്സ് ആൻഡ് ദ സ്റ്റാർ വെച്ചിട്ട്, സ്റ്റാർ നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു താര സാന്നിധ്യമാണ്. നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ ഒന്നും വേണ്ടെന്ന് തന്നെ അവർ വിചാരിക്കേണ്ട, അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം, ദൂരെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹെയറോഫന്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വലായിട്ട് ഉള്ള ഒരാളായിരിക്കണം. ഇവരുടെ അടുത്ത് 4 പേര് ഉപദേശങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ടായിരിക്കും കേട്ടോ. ഒരു പക്ഷേ ഒരു ടീച്ചറായിരിക്കാം, പ്രീസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, ജോത്സ്യം, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ. കൂടുതലായിട്ട് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് ഒരാളായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം. കാരണം ഹെയറോഫന്റ് പറയുമ്പോൾ മാരീഡ് പേഴ്സണോ ആയിരിക്കാം, പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ അല്ല കണക്റ്റ് ആയത്. ഇന്ന് കണക്റ്റ് ആയിരിക്കുന്ന ഹെയറോഫന്റിൻ്റെ കാർഡ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, നിങ്ങൾക്കൊരു കുടുംബം തരുന്നതിനെ പറ്റി, നിങ്ങൾക്കൊരു വിവാഹം, അങ്ങനെ ഒരു പ്രപ്പോസലൊക്കെ തരുന്ന ആ ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നാലാളറിയെ നിങ്ങളെ കൈപിടിച്ച് കൂടെ കൂട്ടുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ അവർ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫാമിലി തരണം, നിങ്ങളോട് ലോയലായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഒപ്പം ഇരിക്കണം എന്ന് ആണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് ഒബ്സസ്ഡ് തോട്ട്സ് ആയിരുന്നു നിങ്ങളെക്കുറിച്ച്, എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചിന്തകൾ നിർത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണണം എന്നുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു അഡിക്ഷനാണ് അവർക്ക് എന്നുള്ള രീതിയിൽ, മനസ്സിലായോ? ഒരു അഡിക്റ്റീവ് എനർജിയാണ് അവിടെ കിട്ടുന്നത്. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തരം റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാണ് എന്നും ഇവർ
ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്ത് തന്നെ വരും, എന്തും ഫേസ് ചെയ്യാം എന്നൊരു ഒരു ലെവൽ നമ്മൾ എത്തുമല്ലോ, അങ്ങനെ ഒരു ലെവലിൽ അവർ എത്തിയതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പൈൽ 2കാരുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അവർക്കായിട്ട്. അപ്പോൾ ഇനി മെസ്സേജസ് വേണോ? ടാരോന്ന് വേണമെങ്കിൽ കുറച്ച് മെസ്സേജസ് എടുക്കാം എന്നല്ലേ. ഹാൻഡ് റിട്ടൺ മെസ്സേജ് നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. ടാരോന്ന് ഞാൻ മെസ്സേജസ് എടുത്തു തരാം. രാവിലെ നമ്മൾ ഡെയിലി മെസ്സേജസ് നോക്കി അവിടെ ഒരു സ്പെസിഫിക് മെസ്സേജാണ്, ഒരു ചിലർക്കുള്ള മെസ്സേജാണ് എനിക്ക് ഇന്ന് കണക്റ്റ് ആയത്. അപ്പോൾ എനിക്കൊരു തൃപ്തി കിട്ടിയില്ല. ഓക്കെ, കാരണം ഒരുപാട് പേര് മെസ്സേജസിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടാരോന്ന് തന്നെ മെസ്സേജ് എടുത്തിട്ട് നിങ്ങൾക്ക് തരാമെന്ന്. കേട്ടോ, വെയിറ്റ് ചെയ്യൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് അവർക്കായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്നത്തെ മെസ്സേജസ് എന്താണ്? അവരുടെ ഫീലിങ്സിൽ ഒരുപാട് മിസ്സിങ് എനർജിയൊക്കെ ഉണ്ടായിരുന്നു ഡിവൈൻ. അവരുടെ സ്പെസിഫിക് മെസ്സേജസ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. 7 of Cups, ഹൈ പ്രീസ്റ്റസ് നമ്മുടെ ഫീലിങ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പേജ് ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, Magician, Queen of Cups, Death, Judgment, 4 of Wands. ഇതൊക്കെ വന്നില്ലേ റീഡിങ്ങിൽ അല്ലേ? Hierophant, അത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. 9 of Pentacles, ഇതും വന്നിട്ടുണ്ടായിരുന്നു. 6 of Pentacles, Ace of Wands, ബോട്ടം. കൂടുതൽ മെസ്സേജസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആദ്യം ഇതൊന്ന് പറയട്ടെ. നമുക്ക് ഹെയറോഫൻറ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ഏസ് ഓഫ് കപ്സ്, ഗുഡ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. 8 of Wands, ഓക്കെ, ഗുഡ്. ഐ എം ഹാപ്പി. നല്ല മെസ്സേജസ് ആണ്. ഫീലിങ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ് ആണ് നമുക്കിപ്പോൾ കണക്റ്റ് ആയിരിക്കുന്നത്. 7 of Cups വെച്ച് അവർ ഓവർ തിങ്കിങ്ങിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു കേട്ടോ. അവർ ബിസിയാണ്, ജോലിയുടെ ഇടയിലായിരിക്കാം, മനസ്സ് പല സ്ഥലത്ത് വ്യാപൃതരായിരിക്കുകയാണ് ഈ സമയത്ത്. ഒറ്റ ഫോക്കസിലല്ല അവരുടെ മനസ്സിരിക്കുന്നത്. ക്ലാരിഫൈ 7 of Cups, ക്ലാരിഫൈ 7 of Cups, ക്ലാരിഫൈ 7 of Cups. നിങ്ങൾ മിസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് മനസ്സ് നിൽക്കാത്തത് കേട്ടോ. ജോലിയിലാണ്, ജോലിയുടെ ഇടയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നത് കാരണം ഒരു ഫോക്കസ് കിട്ടുന്നില്ല. ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലാണ് അവർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു മിസ്റ്റീരിയസ് ആയിട്ട് അവർക്ക് തോന്നുന്നു. നിങ്ങളിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അവരാലോചിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നൊക്കെ അവരാലോചിക്കുകയാണ് കേട്ടോ. നിങ്ങളും അവരെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ, നിങ്ങളുടെ ആക്ച്വൽ ഫീലിങ്സ് എന്താണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ആക്ച്വലി ഫീൽ? നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണല്ലോ എന്ന് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ഒരു ഒക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളായിരിക്കണം. അതായത് ജ്യോതിഷം, ടാരോ റീഡിങ്, അങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ ഇത്തിരി സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു റീഡിങ് എടുത്തിട്ടുണ്ട്, അവരതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ റീഡിങ്ങിൻ്റെ ഔട്ട്കം ഉണ്ടല്ലോ, ആ റീഡിങ് കിട്ടിയതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്ത് തരാനോ അങ്ങനെ എന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവരൊരു ടാരോ റീഡിങ് എടുക്കാൻ പോകുന്നു, അത് നിങ്ങളുടെ അടുത്ത് അറിയിക്കണം എന്ന് പറയാൻ അവരാഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ചാനൽ പുതിയത് വല്ലതും കണ്ടതായിരിക്കാം, അപ്പോൾ ആ ചാനലൊന്ന് കണ്ടു നോക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പറയുന്നതായിരിക്കാം. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി അവർ വളരെ കാര്യമായി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ അവരുടെ കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടും കാണുന്നു. നിങ്ങളെ റെസ്പെക്റ്റ് കലർന്ന സ്നേഹമാണ് അവർക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. തീർച്ചയായും നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അവർ തരും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരുടെ ലൈഫിലേക്ക് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്നും, എന്ത് ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് സമയത്തും ഇവർക്ക് നിങ്ങളുടെ ചിന്തകളാണ്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആവുകയാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, മിസ് ചെയ്യുന്നു, സങ്കടം തോന്നുന്നുണ്ട്, നിങ്ങളെ ഓടി വന്ന് കാണാൻ സാധിക്കാത്തതിൽ സ്വയം ദേഷ്യം തോന്നുന്നുണ്ട്, അങ്ങനെ എല്ലാം തോന്നുന്നുണ്ട് അവർക്ക്. നിങ്ങളുമായൊരു പുതിയ തുടക്കം വേണം എന്ന് അവർ തീർച്ചയായും ആലോചിക്കുന്നു, എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്ത് ന്യായമായി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ഒരു കോളും മെസ്സേജൊന്നും അവർ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്ന അന്യായമാണ്. അതുകൊണ്ട് തീർച്ചയായും കോൾ ചെയ്യും എന്നുള്ള രീതിയിൽ ഇത്തിരി സ്പീഡായിട്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെ അവർ പറയുന്നു കേട്ടോ. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 4 of Wands വെച്ച് നിങ്ങളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലുള്ളവർക്കാണിത്. ഒരു പ്രപ്പോസൽ, അങ്ങനെയൊക്കെ ഒരു കല്യാണം ഒക്കെ അവർ ആലോചിക്കുന്നതായിട്ട് അത് നിങ്ങളുടെ അടുത്ത് പറയും. വീട്ടിൽ വന്ന് ആലോചിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ഒരു എന്താ പറയുക, ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ, അത് 4 ആൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മെസ്സേജ്, ആ മീറ്റിങ്ങിനെ കുറിച്ച് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഹെയറോഫൻറ്റ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഹെയറോഫൻറ്റ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തപ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ തന്നെ വേറൊരു വശമാണ് ഈ ഹെയറോഫൻറ്റ് കേട്ടോ. ഒക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. ടാരോ റീഡിങ്, ജ്യോതിഷം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിരിക്കാം, പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം, ലൈക്ക് ടീച്ചർ, അങ്ങനെ ആയിരിക്കാം. അതേപോലെ വേറെന്താണ്, ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വോണ്ട് ടു സേ ലവ് യു. എന്നിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതായത് നിങ്ങളെ കൈപിടിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കയറ്റണം, നിങ്ങൾക്കൊരു കുടുംബം തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. 9 of Pentacles വെച്ച് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സേവിങ്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ജോലിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സ്വയം നന്നായി വെക്കാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ ഇമ്പ്രസ് ചെയ്യണം, അപ്പോൾ അവർ നന്നായിരിക്കണമല്ലോ, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 6 of Pentacles വെച്ച് നിങ്ങളുമായി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് പറയുന്നു. സ്നേഹം അവർക്കും വേണം തിരിച്ച് എന്ന് പറയുന്നു. ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളോട് വീണ്ടും ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായി വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് പറയുന്നു കേട്ടോ. നിങ്ങൾക്ക് ആയിട്ട് അവരുടെ സ്നേഹം അവർ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാനുള്ള എല്ലാ സാഹചര്യവും വരുന്നുണ്ട്. ഓക്കെ. 9 of Cups നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. 2 of Cups, വാവ്, നിങ്ങളുമായൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നു കേട്ടോ. ചിന്തിക്കുന്നു, നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നു. ഇതെന്താണ്? ഐ ലവ് യു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. വേറെന്താണ് ഇനി വേണോ മെസ്സേജസ്? 2 കാർഡ് വേണമെങ്കിൽ എടുക്കാം. ടെമ്പറൻസ്, ഇന്നത്തെ ദിവസം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരണം, എല്ലാ തടസ്സങ്ങളും മാറി ഒരു സമാധാനപരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. പേജ് ഓഫ് കപ്സ്, വീണ്ടും നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് തന്നെയാണ് വീണ്ടും അവിടെ കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ അവരെന്തെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു സമ്മാനം, ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരാം എന്നും അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. ഓക്കെ. ഇനി നിങ്ങളോട് ഇച്ചിരി സംസാരിക്കട്ടെ. റീഡിങ് നമുക്ക് ഇവിടെ തീർന്നു കേട്ടോ. ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, ഞാൻ കമൻസ് എല്ലാവരുടെയും വായിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് നാളായിട്ട് അവർ വെയിറ്റിംഗ് പീരീഡിലാണ്. നമ്മൾ അറിയാം ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. പക്ഷെ വളരെ തീവ്രമായിട്ട് മെസ്സേജോ കോളോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ മെസ്സേജ് അയച്ച് നോക്കി, ഞാനിവിടെ മെസ്സേജ് വരും അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങളുടെ മെസ്സേജ് വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ റീഡിങ്ങിൽ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും, പക്ഷെ അവർ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യില്ല.
അങ്ങനത്തെ സിറ്റുവേഷൻ, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് അല്ലേ. അങ്ങനെയുള്ളവർ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസ് ഇല്ല. നമുക്ക് റീഡിങ് കേൾക്കുമ്പോൾ റെസനേറ്റ് ആവുന്നുണ്ട്, പക്ഷേ ആക്ഷനിൽ വരുന്നില്ല എന്ന് തോന്നുന്നവർ എവിടെന്നെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അവിടെ മൂവ് ഓൺ എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ. വല്ലാത്ത വിഷമം തോന്നുന്നു ചിലരുടെ കമൻസ് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, എൻ്റെ അടുത്ത് തന്നെ വരണമെന്നല്ല, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ടാരോ റീഡറുടെ അടുത്ത് ഒന്ന് റീഡ് ചെയ്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എക്സാക്ട് സിറ്റുവേഷൻ എന്നുള്ളത് ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ വേറെ റീഡിങ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ശാന്തമായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം രക്ഷിക്കട്ടെ. ബൈ.